ടിൻ പിൻ സ്റ്റോറീസിൻ്റെ കെനിയ സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1980കളുടെ തുടക്കത്തിൽ ഇവിടെ നൈറോബിയുടെ സബർബ്സിൽ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആവണം കേട്ടോ, കാർണിവോർ എന്ന് പറഞ്ഞിട്ട്. കാർണിവോറിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടെ ജിറാഫ്, സീബ്ര, ഇംപാല, വൈൽഡ് ബീസ്റ്റ്, അങ്ങനെ ഏത് വൈൽഡ് ആനിമലിൻ്റെ മീറ്റും ഗ്രില്ല് ചെയ്ത് അവർ വിൽക്കുമായിരുന്നു. ഇൻസ്റ്റൻറ്റ് ഹിറ്റായിരുന്നു ആ റെസ്റ്റോറൻറ്റ് ആ സമയത്ത്. ഇപ്പോഴും ഹിറ്റാണ്. 2003 ലോകത്തിലെ തന്നെ ടോപ്പ് 50 റെസ്റ്റോറൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിലൊന്നായിരുന്നു കാർണിവോർ കേട്ടോ. അപ്പോൾ കാർണിവോറിലേക്ക് പോയി ഇന്ന് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ, ലഞ്ച് കഴിക്കാൻ എന്നുള്ള പ്ലാനിലാണ് ഞാനും നമ്മുടെ ട്രാവൽ പാർട്ട്ണറായിട്ടുള്ള അതുലിൻ്റെ ഫാദറും പിന്നെ കുമാർ അങ്കിളും കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി ഇവിടെ ഒരു ജിറാഫ് സെൻറ്റർ ഉണ്ട്. ജിറാഫിനെ കൺസേർവ് ചെയ്യുന്നൊരു സ്ഥലമാണ്. അതായത് അബാൻഡൻഡ് ആയിട്ടുള്ള ജിറാഫ്, ഇപ്പം പേരൻസ് ഉപേക്ഷിച്ച ജിറാഫ് അല്ലെങ്കിൽ ഹേർഡിൽ നിന്ന് പുറത്താക്കപ്പെട്ട ജിറാഫ് കുട്ടികളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അതിനെ വളർത്തി വലുതാക്കിയിട്ട് പിന്നെ ഈ പ്രായപൂർത്തിയായ ജിറാഫിനെ നാഷണൽ പാർക്കിലേക്ക് തുറന്നു വിടുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നേക്കാണ്. ഇത് കൂടാണ്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ നൈറോബിയിലുണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മളെ ഇന്ന് രാത്രി ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ട്. ഇവരുടെ ഫാമിലി ഫ്രണ്ടുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോൻ്റെ ഒരു റഫ് ഐഡിയ കേട്ടോ. എന്തായാലും നമ്മുടെ കെനിയ സീരീസിലെ 2ാമത്തെ എപ്പിസോഡിലേക്ക് കിടക്കാം. ഞാൻ ഹരി. വെൽക്കം ടു ടിൻ പിൻ സ്റ്റോറീസ്. നമ്മുടെ വണ്ടി പുറത്ത് പാർക്ക് ചെയ്തിട്ട് അകത്തേക്ക് നടന്ന കേട്ടോ കയറി. അപ്പോൾ അതിലിത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് ഫീ $15 അല്ലേ? $15 അല്ലെങ്കിൽ 1500 ഷില്ലിംഗ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ രണ്ടുപേരും എടുത്തിട്ടുള്ളൂ. മറ്റവർ രണ്ടുപേരും ജിറാഫിന് തീറ്റ കൊടുത്ത് മടുത്തു. അപ്പോൾ ഇവർ കുറേ നാളായിട്ട് ഇങ്ങനെ ടൂറിസ്റ്റിനെയും അല്ലെങ്കിൽ ഗസ്റ്റിനെ കൊണ്ടുവരണല്ലേ. അപ്പോൾ അവർ രണ്ടുപേരും ഞങ്ങളില്ല, ഞങ്ങൾക്ക് മടുത്തു ജിറാഫിന് തീറ്റ കൊടുത്തെന്ന് പറഞ്ഞിട്ട് അവർ പുറത്തിറങ്ങി നിൽക്കാം കേട്ടോ. ഞാനും അതിലും അകത്തേക്ക് കയറുകയാണ്. താങ്ക് യു. അതിലും ഇവിടെ കുറെ പ്രാവശ്യം വന്നിട്ടുണ്ടാവില്ലേ? പിന്നെ ഞാൻ സ്ഥിരം വരുന്നല്ല. ജിറാഫിനെ ഫീഡ് ചെയ്യാനുള്ളതാണ്. വാട്ട് ഈസ് ദിസ് ആക്ച്വലി? Pellets made from grass and cereals. Okay, thank you. ഒരു ചിരട്ടയുടെ അകത്ത് പുല്ലും സീരിയൽസും കൂടിയിട്ട് അതെന്തോ അങ്ങനെ ക്രഷ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കുന്നതാന്ന് തോന്നുന്നു അല്ലേ അതിൽ? അപ്പോൾ അതൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഭയങ്കര സസ്റ്റൈനബിൾ ആയിട്ടാണ്, പ്ലാസ്റ്റിക്കിൻ്റെ അതൊന്നുമല്ല കേട്ടോ. നല്ല ഐഡിയ ആണ് ചിരട്ടയിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് നമ്മുടെ അടുത്ത് കൈയൊക്കെ കഴുകാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ സോപ്പൊക്കെ ഇട്ട് കൈയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കയറാൻ, അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ വരുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കയറി വരുന്ന സ്ഥലത്തൊക്കെ ചെറിയ TV യൂണിറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയാനുണ്ടോ ജിറാഫ് സെൻറ്ററിനെ കുറിച്ച്? ഇവിടെ 3 ടൈപ്പ് ജിറാഫ്സിനെയാണ് കാണാം. ഒന്ന് മസായി ജിറാഫ്, പിന്നെ റോഡ്ചൈൽഡ്, പിന്നെ ഒരു നൂബിയൻ റെറ്റിക്കുലേറ്റഡ് ജിറാഫ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഏറ്റവും കൂടുതൽ കാണാൻ നമ്മൾ മസായി ജിറാഫ്സിനെയാണ്. റെറ്റിക്കുലേറ്റഡ് ജിറാഫ്സിനെ നമ്മൾ നോർത്തേൺ കെനിയയിൽ സമ്പൂർ സൈഡിലൊക്കെയാണ് കൂടുതലും കാണാം. ഇതെല്ലാം കുട്ടികളാണോ? എല്ലാം കുട്ടികളാണ്. 3 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. സെൽഫ് സസ്റ്റെയിൻഡ് ആവണ വരെ അവരെ വൈൽഡിൽ എങ്ങനെയാണോ ജീവിക്കേണ്ടത് ആ സെയിം ഇതാണ് അവരിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സെൽഫ് സസ്റ്റെയിൻഡ് ആവുമ്പോൾ അവരെ തിരിച്ച് വൈൽഡിലേക്ക് റിലീസ് ചെയ്യും. ഒരു വലിയ മെയിലും ഒരു ഫീമെയിലും ഉണ്ട്. സലാമ ഇപ്പൊ പ്രഗ്നന്റ് ആണ്. സലാമ എന്ന് പറയുന്ന ഒരു ഫീമെയിലാണ്. അവളിപ്പോ പ്രഗ്നന്റ് ആണ്. സോ അവരാണ് ഇവരുടെ ഗോഡ് മദർ, ഗോഡ് ഫാദർ ഇതിലുള്ളത്. ബാക്കിയുള്ളതെല്ലാം ബേബീസ് ആണ്. ഇപ്പൊ കറന്റ്ലി അവര് കൺസർവേഷൻ പോളിസി പ്രകാരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ അവര് അബാൻഡൻ ചെയ്യാൻ എന്താ അത് നാച്ചുറൽ ആയിട്ട് അങ്ങനെ നാച്ചുറൽ ഇതുണ്ടാവാം. അതായത് ഒന്നില്ലെങ്കിൽ പ്രസവിച്ച് വീഴുമ്പോൾ ഇവര് സ്റ്റേബിൾ അല്ലെങ്കിൽ പാരൻസ് ഇവരെ ഒഴിവാക്കും. സോ അങ്ങനത്തെ കുറേ ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ അബാൻഡൻ ആയി പോകുന്നത്. പിന്നെ കുറേ ആനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ഇവർ സെപ്പറേറ്റ് ആയി പോകും. അങ്ങനെയാണ് ഇവർ അബാൻഡൻ ഒരു സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ അടുത്തുള്ള നാഷണൽ പാർക്ക് ഒന്നുമില്ല കെനിയയിൽ? അറൗണ്ട് കെനിയ എല്ലാ നാഷണൽ പാർക്സിനും എടുത്ത് ഇവിടെ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്നാണ് അത് ചെയ്യുന്നത്. അത് ഈ സെയിം ഇത് എലിഫൻസിനും ഇവർ ചെയ്യുന്നുണ്ട്. അതെ, കയറാം. അപ്പം ഇങ്ങോട്ട് കയറുന്ന വഴിയൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ തുടങ്ങിയ ആ പുതിയ ഇതുണ്ടല്ലോ സുവോളജിക്കൽ പാർക്ക്, അതിനും ഇതേപോലെയാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ അകത്തൊരു ഇതുപോലെ ഒരു ബ്രിഡ്ജ് പോലെ ഉണ്ട്, അതും ഇതുപോലെ പണിതിട്ടുണ്ട്. അപ്പം എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ അത് ഓർമ്മ വന്നു. കയറി ഒട്ടന്നെ അതേ ജിറാഫ് വന്നു കേട്ടോ. വേറെയും കുറേ ടൂറിസ്റ്റ് ഉണ്ട്. നമ്മളെ കണ്ടോട് കൂടിയിട്ട് ജിറാഫ് കൂട്ടനെ അവിടെ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്, കയ്യിൽ വല്ലതും ഉണ്ടോ എന്നുള്ള പോലെ. ഒരു സമയത്തെ ഒരു പെല്ലറ്റ് ഇങ്ങനെ കയ്യിൽ വെച്ച് കൊടുത്താൽ മതി. പണ്ട് നമുക്ക് ജിറാഫ് കേസൊക്കെ കൊടുക്കായിരുന്നു.
ബട്ട് ഇപ്പൊ ഇൻഫെക്ഷൻ അല്ല, അത് ആൾക്കാർക്ക് അത് മര്യാദയ്ക്ക് ചെയ്യാൻ അറിയില്ല. ഒരു ഹെഡ് ബട്ട് ചെയ്യും. നമ്മളിപ്പോ വൺസ് ഫുഡ് കൊടുക്കുമ്പോ കൈ വെച്ചാൽ പിന്നെ കൈ വലിക്കരുത്. കാരണം നമ്മൾ ഫേസ് ടു ഫേസ് ജിറാഫിന്റെ ഒപ്പാണ് നിൽക്കുന്നത്. അവര് ഹെഡ് ബട്ട് ചെയ്യും. അവരുടെ ഹെഡ് ബട്ടിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി തെറിച്ച് വീഴും നമ്മള്. അതുപോലെ ലയണ് ഏറ്റവും പേടി അല്ലെങ്കിൽ ലയന്റെ ലാസ്റ്റ് ഒരു റിസോർട്ടാണ് ജിറാഫിനെ ഹണ്ട് ചെയ്യാന്ന് പറയുന്നത്. ലയൺ ജിറാഫിനെ ഹണ്ട് ചെയ്യുമ്പോൾ ഒരു 90% ചാൻസ് ആണ് ഒരു ലയൺ മരിക്കുന്നുള്ളത്. കാരണം ലയന്റെ ഹണ്ട് എന്ന് പറയുന്നത് എപ്പോഴും നെക്കിലാണ് ഫൈനൽ ബൈറ്റ് വരാം. ജിറാഫിനെ ഹണ്ട് ചെയ്യണമെങ്കിൽ ബാക്കിൽ നിന്ന് കയറിയിട്ട് വേണം നെക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട്. അപ്പൊ നോർമലി ലയൺ ഹണ്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഫീമെയിൽ ആണെങ്കിലും പോയി ഹണ്ട് ചെയ്ത് ഒരു ഹണ്ട് ഫിനിഷ് ചെയ്യും. ബട്ട് ജിറാഫിനെ ഹണ്ട് ചെയ്യുമ്പോൾ മിനിമം ഒരു 3 ലയൺസ് എങ്കിലും ഉണ്ടാവും. എന്നാലാണ് അതിനെ താഴേക്ക് ഇടാൻ പറ്റുള്ളൂ. ജിറാഫിന്റെ ഒറ്റ കിക്കില് ലയന്റെ ഉള്ളിൽ കൂടെ ബേസിക്കലി അതിന്റെ കാല് പെനിട്രേറ്റ് ചെയ്തൊരു ഹോളാവും. അങ്ങനെയാണ് ഈ ലയൺ ഡെത്ത്സ് ഉണ്ടാവുന്ന പറയുന്നത്. സോ അവരുടെ ലാസ്റ്റ് ഒന്നും കിട്ടുന്നില്ല, പട്ടിണിയാണെന്നുള്ളൊരു ഇത് വരുമ്പോൾ മാത്രം ജിറാഫ്സിനെ അറ്റാക്ക് ചെയ്യുള്ളൂ. നമ്മളത് ഓരോ പെല്ലറ്റ്സ് ആയിട്ട് കൊടുക്കാൻ പറയുന്നത്. ഇതിങ്ങനെ കയ്യിൽ വെച്ചാൽ മൊത്തമായിട്ട് എടുത്ത് കൊണ്ടുപോകും. ഇതൊക്കെ ചെറുതാണ്. ഇത് മാക്സിമം ഒരു 2 വയസ്സൊന്നും അതിൻ്റെ പക്ഷെ നല്ല ഹൈറ്റ് ഉണ്ട്. കൈ താഴേക്ക് പിടിച്ചാലേ ആ തല പൊന്തിക്കില്ല. ആ താഴെ തന്നെ നിന്ന് ഇത് ചെയ്തോളൂ. അതാണ്. അതെന്താ കാരണം എന്ന് വെച്ചാ ഇവർ ഈ അക്കേഷ്യയാണ് ഏറ്റവും കൂടുതൽ കഴിക്കുക. അപ്പൊ ഭയങ്കര മുള്ളതിന്. അതുപോലെ ഇതിന്റെ പല്ല് വലിയ മുള്ള് ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല്ലുകളാണ് ഇതിന്റെ. നക്കിയെടുത്തു കേട്ടോ. ബാക്കി ചിരട്ടയുടെ ഉള്ളിൽ കുറച്ച് പൊടി ഉണ്ടായിരുന്നു, അതൊക്കെ നക്കി എടുത്തിട്ടുണ്ട്. കൊള്ളാം. അതാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിലെല്ലാം കാണുന്ന ജിറാഫ് മാനർ. നമ്മുടെ റൂമിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് അതാണ് ജിറാഫ് മാനർ. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് അലോക്കേറ്റഡ് ആയിട്ടുള്ള, ഇപ്പൊ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ ഇരിക്കുമ്പോൾ അലോക്കേറ്റഡ് ആയിട്ടുള്ള ചെയർസ് ഉണ്ടാവും. നമ്മൾ അവിടെ ഇരിക്കാൻ പാടുള്ളൂ, ബാക്കിയുള്ളതിൽ ഇരിക്കാൻ പാടില്ല. നമ്മൾ അവിടെ റിസർവ്ഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യുമ്പോൾ അവരത് മാറ്റും. ഈ റിസർവ്ഡ് പ്ലാക്ക് മാറ്റിയിട്ട് അവര് ഫുഡ് കൊണ്ടിടുമ്പോൾ ജിറാഫ്സ് വന്ന് കഴിക്കും. അപ്പോൾ ജിറാഫ് മാനറിന്റെ പ്രത്യേകത, ജിറാഫ് മാനറിൽ നിൽക്കണമെങ്കിൽ നമ്മൾ മിനിമം അവരുടെ 2 പ്രോപ്പർട്ടീസ്, എക്സ്റ്റേണൽ പ്രോപ്പർട്ടീസിൽ നിന്നാൽ മാത്രമാണ് ജിറാഫ് മാനറിൽ നമുക്ക് അക്കോമഡേഷൻ കിട്ടുള്ളൂ. ഈ വലിയ വലിയ ബ്രാൻഡഡ് കാർസ് ഒക്കെ വിൽക്കണ പോലെ അല്ലേ, ഇത്ര കാറുകൾ. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ജിറാഫ് മാനറിലൊക്കെ ബുക്കിംഗ് കിട്ടണമെങ്കിൽ ഒരു 3 to 6 months പ്രയർ ബുക്ക് ചെയ്യണം. നമ്മൾ അവരുടെ ബുക്കിംഗ് ചാർട്ട് എടുത്ത് നോക്കിയാലും റൂംസ് കിട്ടുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്ര എക്സ്പെൻസീവ് ആണത്? ജിറാഫ് മാനറിന്റെ ഒരു റൗണ്ട് പാക്കേജ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ നോക്കിയാലും മിനിമം ഒരു $20,000 to $25,000 വരും 2 പേർക്ക്. ഇവിടെ തന്നെ ജിറാഫ് മാനറിൽ തന്നെ ഒരു നോർമൽ ഡേ റൂമിന് ഏതാണ്ട് ഒരു $1,500 വരും. പോയി കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. ആൾക്ക് ഇവിടുന്ന് കാണുന്ന ഒരു ഇതാണ്. അപ്പൊ ഒരു സ്വിങ് ഉണ്ട്, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്ഥിരം കാണാം. ഒരു സ്വിങ്ങും പിന്നെ ജിറാഫ് ഭക്ഷണം കഴിക്കുന്ന ഏരിയ, അത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇത് 200 ഏക്കറുള്ള സ്ഥലമാണ് കേട്ടോ, ഈ കാണുന്ന മാത്രമല്ല. അപ്പോൾ അവിടെ ആ മരത്തിൻ്റെ ഇടയിലൊക്കെ കുറച്ച് 1, 2, 3 പേരുണ്ട് കേട്ടോ. അപ്പോൾ അവരതേ അവിടെ ആ ചെടിയിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നു. ഇതല്ലാതെ ഇവർക്ക് എന്താ ഭക്ഷണം കൊടുക്കുക? അല്ല, ഇവർക്ക് മെയിൻ ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് ഈ പറയുന്ന മില്ലറ്റ്സും ഗ്രാസും കൂടി മിക്സ് ചെയ്തിട്ടുള്ള. അത് ഇവിടെ കൊടുക്കണം, അല്ലാതെ വേറെ കൊടുക്കുന്നില്ല. വേറെ പിന്നെ സെൽഫ് ഗ്രേസിംഗ് ആണ്. ഈ ഇതെന്ന് പറഞ്ഞ ഇവർ ഈ കൺസർവേഷന്റെ ഭാഗമായിട്ട് അതിലേക്ക് ഒരു ഫണ്ട് റേസിംഗിന്റെ ഭാഗമായിട്ട് ഈ ഫുഡ് കൊടുക്കുന്നു. അല്ലാണ്ട് ഇവര്
വൈൽഡിൽ എങ്ങനെയാണോ ജീവിക്കണേ അതേപോലെ തന്നെ അവർ ഗ്രേസ് ചെയ്ത് ജീവിക്കണം. അപ്പോൾ അതേ അവിടെ നിന്ന് ആൾക്കാർ വന്നാന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു കേട്ടോ. ഒരാൾ അവിടെ നിന്ന് നടന്ന് വരുന്നുണ്ട്. അത് ഭയങ്കര ചെറുതാ അല്ലേ? അതൊക്കെ മാക്സിമം 1 വയസ്സിന് താഴെ ഉണ്ടാവുള്ളൂ ആ കാണുന്നത്. അല്ല അത് അത്ര ദൂരം വരുമ്പോ നല്ല ഹൈറ്റ് ഉണ്ടെന്ന് തോന്നും. അടുത്ത് വന്നപ്പോഴാണ് മറ്റേ ജിറാഫായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഇത് കണ്ട അത് കുറേ കൂടി വലിയൊരു ജിറാഫാണ്. ജിറാഫ് കുട്ടികളെ ഫീഡ് ചെയ്യുന്നല്ലാതെ ഉണ്ടല്ലോ ഇവിടെ അതേ ഒരു കഫേ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അതേ അവിടെ 2 സ്ത്രീകളിരുന്ന് എന്തോ കഴിക്കുന്നോ കുടിക്കുന്നോ ഒക്കെ ഉണ്ട്. ഇത് കൂടാണ്ട് ഇവിടെ ഒരു സുവനിയർ ഷോപ്പ് ഉണ്ട് കേട്ടോ. അതിൻ്റെ സ്പെല്ലിങ് എഴുതിയേക്കണുണ്ടോ, നല്ല രസമല്ലേ, സുവനിയർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ജിറാഫ് റിലേറ്റഡ് പ്രൊഡക്ട്സ് ആണ് കേട്ടോ. നോ ഓക്കെ ഓക്കെ ഓക്കെ. അകത്തേക്ക് വീഡിയോ എടുക്കാൻ പാടില്ലെന്ന് ഞാൻ ആ ലേഡിയുടെ അടുത്ത് എടുക്കുന്നതിന് മുമ്പ് ചോദിച്ചാണ് എടുക്കാൻ പാടുമെന്ന്. അപ്പോൾ ആ ലേഡി പറഞ്ഞിരുന്നു എടുക്കാമെന്ന്. ഇപ്പം എന്താ വീഡിയോ എടുക്കാൻ പാടില്ല അത്ര. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു പെർമിഷൻ. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. ചിലപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും അവിടെ കുറേ സുവനീഴ്സ് ഉണ്ട് കേട്ടോ. എല്ലാം ഈ ജിറാഫ് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ചെറിയ ഇങ്ങനെ വീട്ടിലേക്കൊക്കെ നമുക്ക് കൊണ്ടുപോകുന്ന പല സാധനങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. പക്ഷെ അത് വിറ്റ് കിട്ടുന്ന ആ പൈസ ഉണ്ടല്ലോ അത് ഈ കൺസർവേഷന് വേണ്ടിയിട്ട്, അല്ല ഈ ജിറാഫ് കൺസർവേഷൻ. അതാണ് മസായ് ജിറാഫ്. അപ്പോൾ അതിൽ പറയണത് ഇതിന്റെ കളർ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം മസായ് ജിറാഫ് ആണോ അല്ലെങ്കിൽ അത് മസായ് ആണോ, റോത്ത്ചൈൽഡ് ആണോ, നൂബിയൻ ആണോ. അപ്പം മസായ് ആണെങ്കിൽ ലൈറ്റ് ആയിരിക്കും, മസായ് ഡാർക്ക് ആയിരിക്കും. നൂബിയൻ ആണെങ്കിൽ ലൈറ്റ് ആയിരിക്കും. റോത്ത്ചൈൽഡ് ആണെങ്കിൽ ഒരു സോക്സ് ഉണ്ടാവും. ആ ഫുള്ള് ആ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യും കാലിന് വരെ ഒരു പാറ്റേൺ ഉണ്ടാവും കാലിൽ. ഇവിടെ സ്ത്രീകളൊക്കെ തലയിൽ ബ്രെയ്ഡിങ് ചെയ്തേക്കണതാണ്. എന്ത് രസമാണെന്നറിയോ, അതങ്ങനെ ഭയങ്കര രസമായിട്ടാണ് ചെയ്തേക്കണേ. ഇവരുടെ ഓഫീസിലെ സ്റ്റാഫ് ഒരു ലേഡിയും ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് അത് കാണാൻ. ഇപ്പോൾ നമ്മൾ ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു ലേഡിയുടെ മുടി അതെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ ഇവിടെ വന്നിട്ട് നോട്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ഇത്രയും കണ്ടില്ല, വൃത്തിയുണ്ടോ എല്ലാ സ്ഥലവും കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു എയർപോർട്ടിൻ്റെ ഭാഗം മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ എവ്രി സ്ട്രീറ്റ് എല്ലാം ഇങ്ങനെ സ്പോട്ട്ലെസ് ആണ്. ഒരു പ്ലാസ്റ്റിക്കോ ഒരു മിഠായി കവറോ ഒന്നുമില്ല കേട്ടോ. അത് ഇത്രയും നേരം ഇപ്പം ഇങ്ങനെ നമ്മൾ മിക്സ്ഡ് ആയിട്ടുള്ള പല സ്ഥലത്തു കൂടെയും വണ്ടി ഓടിച്ചു. എല്ലായിടത്തും ഭയങ്കര ക്ലീനാണ്. പോവാണോ? ഓക്കെ, ഇനി നേരെ കാർണിവോർ. ഓക്കെ, ഞാനിങ്ങോട്ട് വരുന്ന വഴിയുണ്ടല്ലോ, അതിൽ എനിക്ക് ഓരോ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടി അങ്ങനെ കുറേ ഭാഗത്തേക്ക് ഓടിച്ചു. ഞാൻ ഇവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഫ്ലൈറ്റിൽ. അപ്പോൾ അതിൻ്റെ ഭയങ്കര ക്ഷീണമായിരുന്നു. ബോറടിച്ചോ ഞങ്ങളെ? നമ്മളിവിടെ ഒരുപാട് തവണ വന്നിട്ടുള്ള കാരണം നമുക്ക് ഇനി അതിനെ അവിടെ പോയി ബോറാണല്ലേ? നമ്മൾ ഓൾമോസ്റ്റ് ഇതേ കാർണിവോറിലേക്ക് എത്തിയിട്ട് അവിടെ ബോർഡുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ബാക്കിൽ വിൽസൺ എയർപോർട്ട് കടന്നു പോയിട്ടോ. അവിടെയാണ് മാറയിലേക്കുള്ള അല്ലേ ഫ്ലൈറ്റുകളൊക്കെ, ചെറിയ ചെറിയ ഫ്ലൈറ്റുകളല്ലേ, അതൊക്കെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്, വിൽസൺ എയർപോർട്ടിൽ നിന്ന്. അപ്പം അത് നമുക്ക് ഇങ്ങനെ അധികം കാണില്ല, നിറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം മാക്സിമം കിട്ടണമെന്നൊക്കെ ബാക്ക്ഗ്രൗണ്ടിലിടാം. ഇത് റെസ്റ്റോറൻറ്റിലേക്കുള്ള എൻട്രി ചെയ്ത് ഇതും മാത്രമോ? എന്തായാലും റെസ്റ്റോറൻറ്റിലേക്ക് കയറണം. നോക്കിയേ മറ്റേ ഗേറ്റൊക്കെ വെച്ചിട്ട് വെൽക്കം ടു കാർണിവോർ എന്നൊക്കെ പറഞ്ഞ് സെക്യൂരിറ്റി പറഞ്ഞു. ഇത് വലിയ പ്രോപ്പർട്ടിയാന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ഇതാണ് കാർണിവോർ. ഞാൻ വായിച്ചു 2003 അത്. ഇപ്പൊ കുറവല്ലേ? ഓസ്ട്രിച്ച് ഉണ്ട്, ക്രോക്കഡൈൽ ഉണ്ട്, പിന്നെ എന്താ പറഞ്ഞ ഓക്സ് ബോൾ ഉണ്ട്. ഇവിടെ ഒരു ഹിപ്പോനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, മെറ്റലുകൊണ്ട്. അതൊക്കെ ആണി കൊണ്ടാണ് അതിൻ്റെ എന്താ മീശ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഉണ്ടാക്കിയേക്കണം, രോമമൊക്കെ. അപ്പോൾ അത് ഗ്രില്ലാണ്, അത് തുറക്കാം. ഇതിൻ്റെ അകത്ത് ബാർബിക്യൂ ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ പഴയത് എന്തോ ഇങ്ങനെ ഒരു മെമ്മറി പോലെ എടുത്ത് വെച്ചേക്കാണ്. പക്ഷെ സംഭവം നല്ല അതെ അല്ലേ, നന്നായി ചെയ്തിട്ടുണ്ട് അത്. നോക്ക്, ഇത് രസമായിട്ട് ചെയ്തേക്കണം. നോക്കിയേ, വാ നമുക്ക് അകത്തേക്ക് പോകാം. ഇതിനെന്തോ ടൈമിംഗ് ഒക്കെ ഉണ്ടല്ലോ ലഞ്ചിന്. എത്ര മണി വരെ? 2 മണി വരെ. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാ ആ കാണുന്ന ഗ്രില്ലാട്ടോ, വലിയൊരു ഗ്രില്ല്. അതൊരു എന്താ പറയുക, ഒരു വലിയ മേശ പോലെയാണ് കാണുന്നത്.
താങ്ക് യു. നോക്കിയേ എന്തൊക്കെ സാധനങ്ങളാണ് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ സ്ക്യൂവേഴ്സ് ഉണ്ട്, അല്ലാതെ വലിയ ഇപ്പോൾ തൈ പീസുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിങ്ങനെ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തേക്കൊക്കെ ഉണ്ട് കേട്ടോ. അകത്തേക്ക് കയറാൻ പാടുമെന്ന് അറിയില്ല. ഇതിങ്ങനെ ഫോയിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ പീസുകളുണ്ട്. പിന്നെ അല്ലാതെ ഇത് സ്ക്യൂവേഴ്സിൽ കുത്തിയത് ഇവിടെ കൊള്ളാം. അപ്പോൾ ഇവിടെ ബുക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ബുക്ക് ചെയ്ത് അങ്ങോട്ട് പോകുന്നുണ്ട്. എല്ലാവരുടെയും മെനു ഉണ്ട്. എല്ലാം കൂടിയിട്ടാണ് വരിക. എല്ലാം കൂടിയിട്ട് ഇത് ഒരു അൺലിമിറ്റഡ് ഈറ്റ് ആസ് യു ക്യാൻ ഒരു ഇതാണ്. ഇതപ്പോൾ അവർ ടേബിളിൽ ഹോട്ട് പ്ലേറ്റിൽ നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യും. ഓക്കെ, അൺലിമിറ്റഡ് ആയിട്ട് നമ്മുടെ നാട്ടിൽ ഈ ബാർബിക്യൂ നേഷനൊക്കെ പോലെ. അതെ, ബട്ട് ഇതതിൻ്റെ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് ഒരു ഇത് നോർമലി ഒരു ബ്രസീലിയൻ ടൈപ്പ് ഒരു കുക്കിംഗ് മെത്തേഡാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ താഴെ എക്സോട്ടിക് മീറ്റ് ഉണ്ട് കേട്ടോ. ഓക്സ് ബോൾസ്, ഓസ്ട്രിച്ച് മീറ്റ് ബോൾസ്, ക്രൊക്കഡൈൽ ഉണ്ട്, പിന്നെ ഡെസേർട്ട് എന്തൊക്കെയോ, ഫ്രൂട്ട് സാലഡ്, ഐസ്ക്രീം. ഇതിൻ്റെ ഒരു സാധനം ഞാൻ ഇതിനെപ്പറ്റി വായിച്ച എന്തോ ഒരു കൊടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതായത് നമ്മൾ കഴിച്ച് നമ്മൾ തൊലി സമ്മതിച്ച് കഴിഞ്ഞാൽ ഒരു കൊടി ഉണ്ട്, അത് നമ്മൾ താഴ്ത്തി വെക്കണം. അവിടെ കാണാം നമുക്ക്. ഈ എക്സോട്ടിക് മീറ്റിൽ പണ്ട് 2003 മുന്നേ പോർച്ചുഗീസ് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ബാൻ ചെയ്യുന്നതിന് മുന്നേ സീബ്ര, ഡിയർ ഇതെല്ലാം അവൈലബിൾ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഔട്ട്ഡോർ യൂണിറ്റും ഉണ്ട് കേട്ടോ, ഇൻഡോർ മാത്രമല്ല. അപ്പോൾ അവരവിടെ പോയിരുന്നു. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരാണ് കേട്ടോ. എത്ര 4,950 കെനിയൻ ഷില്ലിംഗ് ആണ് അതിന് ഒരാൾക്ക്. Okay, so you are welcome to Carnivore. Thank you. The menu is a set menu. We start with the soup. Yeah. Then we bring sauces and salads on the table. Then we come with the hot plate. Okay. You eat when you are full enough, you surrender the flag up. അതാണ് ഞാൻ പറഞ്ഞ ഫ്ലാഗ്. Then you get the choice of the dessert, part of the meal. But for the drinks, you pay extra. ആദ്യം നമുക്ക് ടസ്കർ, ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടസ്കർ ഉണ്ട്. ഓക്കെ, അതിൻ്റെ ലൈറ്റും ഉണ്ട്, നോർമൽ ഇതുണ്ട്. ഓക്കെ, റെഗുലർ വെറ്റാണ് ടസ്കർ. ഇത് പഴംപൊരിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ. അത് പഴംപൊരിയാ ആണോ? ഇവരുടെ സ്റ്റൈലിലുള്ള ബിയറിനൊപ്പം കോംപ്ലിമെന്ററി തരുന്നതാണോ? സ്റ്റാർട്ടേഴ്സ് കോംപ്ലിമെന്ററി. സ്റ്റാർട്ടേഴ്സിനൊപ്പം ഇൻഹൗസ് ബേക്ക് ചെയ്ത ബ്രെഡും ബട്ടറും സ്വീറ്റ് പൊട്ടറ്റോ വിത്ത് റോസ്റ്റഡ് ബെൽ പെപ്പർ സൂപ്പും വന്നു. ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ക്വാളിറ്റി ബ്രെഡാണിത്. സൂപ്പും നല്ലതാട്ടോ, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ബ്രെഡ് കഴിച്ച് തീരുന്നതിന് മുമ്പ് മിക്സ് സാലഡ്സും ഡിപ്സും വന്നു. അതിൽ കെനിയൻ ഫേമസ് ആയിട്ടുള്ള കച്ചുംബറി സാലഡാണ് ഹൈലൈറ്റ്. ഡിപ്സിൽ ഫ്രൂട്ട് സാൽസ, വൈൽബെറി സോസ്, ഗാർലിക് സോസ്, ബാർബിക്യൂ സോസ്, മിൻറ്റ് സോസ് മുതൽ ചില്ലി സോസ് വരെ ഉണ്ട്. ഓരോ സോസും ഓരോ മീറ്റിനൊപ്പമാണ് കഴിക്കേണ്ടത്. Fruit salsa for the pork, wildberries for turkey and ostrich, garlic for chicken and crocodile, barbecue for the beef, and the mint for the lamb. For the meat, hot ഹോട്ട് plate. ഓക്കെ, You can fill it. ഓക്കെ, And then hot plate. This one is for your salad here. ഓക്കെ, Thank you. താങ്ക് യു. നമ്മളിതേ സലാഡും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു തരാട്ടെ എന്തൊക്കെയാണ്. എല്ലാം Pork, please. Pork ribs. പോർക്ക് വന്നു, പോർക്ക് റിബ്സ് വന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഇവർ ഒരു ബ്രെഡും സൂപ്പും ഒക്കെ കൊണ്ടുവന്നു, ബട്ടറൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് സലാഡ് വന്നു. Pork. പോക്കൊക്കെ ഇങ്ങനെ സ്കൂളിൽ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇത് അടുത്ത് വന്നു ഫിഷ് വന്നു, Fish. ഗ്രിൽഡ് ഫിഷ്. ഈ പ്ലേറ്റ് ഉണ്ടല്ലോ, ഇതിങ്ങനെ തൊടാൻ പറ്റില്ല, അങ്ങനെ ഭയങ്കര ചൂടുള്ളതാണ്. For pork, which sauce you said? For pork ribs, no sauce. No sauce. ലാംബ്, ഓക്കെ. Ribs of the lamb. One is okay? ആ യെസ്, ലാംബ് റിബ്സ് കൊണ്ടുവന്നു കേട്ടോ. പോർക്ക് റിബ്സ്, ലാംബ് റിബ്സ്, ഫിഷ് ആണ് കേട്ടോ. I have some barbecued beef ribs for you. Lamb ribs. ബാർബിക്യൂ ബീഫും വന്നു. I recommend the barbecue sauce. കെനിയയിലെ ബാർബിക്യൂ കൾച്ചറായിട്ടുള്ള ഞാമ ചൊമയും ബ്രസീലിയൻ ഷുറാസ് ഖറിയ അഥവാ സ്റ്റീക്ക് ഹൗസ് കോൺസെപ്റ്റും ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫുഡ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ കാർണിവോറിൽ നമുക്ക് കിട്ടുക. മീറ്റിനൊക്കെ ലൈറ്റ് മാരിനേഷൻ ഉള്ളതുകൊണ്ട് കൂടുതൽ മീറ്റിന്റെ സ്വാദും ആ ഒരു സ്മോക്കി ഫ്ലേവറും ആണ് കേട്ടോ എടുത്തു നിൽക്കുന്നത്. ഇതുവരെ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പോർക്ക് റിബ്സ് ആണ്. Chicken gizzards goes with garlic sauce. ചിക്കൻ ഗിസാർട്സ് സെർവ് ചെയ്ത് കഴിഞ്ഞ് ഗ്രിൽഡ് ടർക്കി വന്നു. ടർക്കിക്ക് വൈൽബെറി സോസ് ആണ് ഡിപ്പായിട്ട് ഉപയോഗിക്കുന്നത്.
പിന്നെ വന്നത് ലെഗ് ഓഫ് പോർക്കാണ്. ഗ്രിൽ ചെയ്ത സ്ക്യൂവേഴ്സിൽ നിന്ന് ചൂട് ചൂട് മീറ്റ് ഡയറക്റ്റ് ആയിട്ട് പ്ലേറ്റിലേക്ക് സ്ലൈസ് ചെയ്തിടുന്ന എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഒന്ന് വേറെ തന്നെയാണ്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് എക്സോട്ടിക് ഐറ്റം ട്രൈ ചെയ്താലോ. ഒലീവ് ഓയിൽ, വെളുത്തുള്ളി, റോസ്മേരി, തൈം, കുരുമുളക്, റെഡ് വൈൻ, പിന്നെ കുറച്ച് സോയ സോസും ചേർത്ത് മാരിനേറ്റ് ചെയ്ത ഒട്ടകപ്പക്ഷിയുടെ ഗ്രിൽഡ് മീറ്റാണ്. ഇത് മുതലയുടെ ഇറച്ചിയാണ് കേട്ടോ. ഇത് ഓസ്ട്രിച്ചിന്റെ മീറ്റ് ബോൾസ് ആണ്. Ostrich meatballs goes with wild berry sauce. വൈൽഡ് ബെറി സോസ് ആൻഡ് ക്രോക്കഡൈൽ ഗോസ് വിത്ത് Crocodile goes with garlic sauce. ഗാർലിക് സോസ്. ഈ നേരത്താണ് തൊട്ടടുത്തുള്ള ടേബിളിൽ ഒരു കെനിയൻ ബർത്ത്ഡേ സെലിബ്രേഷൻ കണ്ടത്. ബർത്ത്ഡേക്ക് ഒറ്റയ്ക്ക് വന്നിരുന്ന് സെൽഫ് ട്രീറ്റ് ചെയ്യുന്ന ഒരു ലേഡി. അവരുടെ ബർത്ത്ഡേയുടെ ഓരോ മൊമെന്റും അവർ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടാലറിയാം. 1974 റിലീസായ ബോണി എമ്മിന്റെ ജാംബോ ഹക്കുണ്ണ മട്ടാട്ട പാട്ടൊക്കെ പാടി സ്റ്റാഫും കൂട്ടരും കട്ടയ്ക്ക് കൂടെ ഉണ്ട്. സ്റ്റാഫിന്റെ ഡ്രസ്സ് പുള്ളിപ്പുലിയുടെ ദേഹത്തെ പാറ്റേൺ ഒരു ട്രഡീഷണൽ കെനിയൻ അറ്റയറായി മിക്സ് ചെയ്ത പോലെയുണ്ട്. സ്റ്റാഫ് എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ. കൂടെ ഒരു ഗുഡ് വൈബ്സ്. സ്റ്റാഫിന് മാത്രമല്ല, ഈ സ്ഥലത്തിന് മൊത്തത്തിൽ ആ ഒരു വൈബ് ഉണ്ട്. മനുഷ്യന്മാര് ഇങ്ങനെ ഇരുന്ന് ഫുഡ് അടിക്കുന്നത് കാണാൻ വെർവറ്റ് കുരങ്ങന്മാർ അവിടെ എവിടെയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവർ നേറ്റീവ് ആഫ്രിക്കൻ സ്പീഷീസ് ആണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ കിടിലമാണ് ഇവർ. ഇവരെ വേട്ടയാടുന്ന ഓരോ മൃഗത്തിനും വെവ്വേറെ അലാം സിഗ്നലുകൾ കൊടുക്കാൻ ഇവർക്ക് പറ്റും. പുള്ളിപ്പുലിയെ കാണുമ്പോൾ ഒരു ശബ്ദം, കഴുകനെ കാണുമ്പോൾ മറ്റൊന്ന്. ഈ നേരത്ത് ദ മോസ്റ്റ് എക്സോട്ടിക് ഐറ്റം വന്നു. ഓക്സ് ബോൾസ് അഥവാ കാളയുടെ വൃഷ്ണങ്ങൾ. മാമനോടൊന്നും തോന്നല്ലേ, പറയാതിരിക്കാൻ വയ്യ. സംഭവം സൂപ്പർ ആയിരുന്നു. കഴിച്ച് എല്ലാവരും ഒരു വഴിയായി അല്ലേ? എല്ലാവരും ഒരു വഴി. കൊടിത്താത്ത കൊടിത്താത്ത 5 മണിയായി. ഈ പ്ലേറ്റ് ഒരു യുദ്ധഭൂമി പോലെ തോന്നിയത് എനിക്ക് മാത്രമാണോ? എന്തായാലും തോൽവി സമ്മതിച്ച് കൊടി താത്തിയതും ഡെസേർട്ട് ടൈമായി. ഞാനും അതിലും ജിഞ്ചർ പുഡിംഗ് വിത്ത് വാനില ഐസ്ക്രീം പറഞ്ഞു. ശരത്തങ്ങളും കുമാറങ്ങളും ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീമും എല്ലാം ഞങ്ങൾ നിരപ്പാക്കി കേട്ടോ. ആ ജിഞ്ചർ പുഡിംഗ് വിത്ത് ഐസ്ക്രീം കിടിലനായിരുന്നു കേട്ടോ. നടക്കാൻ പറ്റണില്ല. ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് ഒരു മാർക്കറ്റിൽ പോകാന്നൊരു പ്ലാനിലൊക്കെ ആട്ടോ അങ്ങോട്ട് വന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു വീട്ടിൽ പോയി കിടന്നൊന്നും ഉറങ്ങാത്ര. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുമ്പോണ്ടല്ലോ, ഇവിടെ നേരത്തെ നമ്മൾ ആ ഒരു എയർപോർട്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ അവിടുന്ന് നിറച്ച് ഫ്ലൈറ്റുകളും ഹെലികോപ്റ്ററുകളും പറഞ്ഞപ്പോൾ ഒരു ഹെലികോപ്റ്റർ വേണം. ഇതൊക്കെ മസായി മാരയിലേക്ക് ഫ്ലൈ ചെയ്യുന്ന അത്രേ. $700 40 മിനിറ്റിലും അങ്ങനെ എത്തും. നമ്മൾ ലാൻഡ് വഴി പോവുകയാണെങ്കിൽ അത് 6 മണിക്കൂറോ 7 മണിക്കൂറോ എന്തോ എടുക്കും. അപ്പോൾ ഒരു ഹെലികോപ്റ്റർ വേണം. അതുപോലെ ചെറിയ ചെറിയ ഫ്ലൈറ്റ്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഈ സംഭവം കിടിലനാട്ടോ. ഭയങ്കര എന്താ പറയുക, വേർത്ത് എവരി പെന്നി. അടിപൊളിയായിരുന്നു. കുറേ കുരങ്ങൻകുട്ടന്മാർ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ കൂടെ കുരങ്ങന്മാർ നടക്കുന്നുണ്ട്. പിന്നെ ഫുഡ് നല്ല ക്വാളിറ്റി ഫുഡാണ്. സർവീസും അതെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഗ്രൂപ്പൊക്കെ ആയിട്ട് വന്ന വലിയ ഗ്രൂപ്പൊക്കെ ആയിട്ട് വന്നിരുന്ന് കഴിക്കാനൊക്കെ കിടലിനായിരിക്കും. അപ്പോൾ അതെ അവരെല്ലാവരും പുറത്തേക്ക് നടന്നു. ഞാൻ പുറകെ പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ട്രാഫിക് വരുന്ന സമയമായിട്ടുണ്ട്. പിന്നെ നല്ല മഴയും വരുന്നുണ്ട്. അതുകൊണ്ട് വേഗം പോകാമെന്ന് പറഞ്ഞ് എല്ലാവരും എന്തേ വണ്ടിയിൽ ചാടി കയറിയിട്ടുണ്ട്. നീ രാത്രിയിലെ ഡിന്നർ കഴിക്കാൻ പോണ്ടേ? അതെ. വയറുണ്ടോ? പെട്ടുപോകും. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞിട്ടാ. ഇപ്പൊ സമയം എത്രയുണ്ടോ? 2:45. 4:15. അപ്പൊ 4:15. ഒരു 7 മണിയാകുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണ്ടേ? 7:30 നല്ല ഉഗ്രം മഴക്കോളുണ്ട്. മഴ പെയ്താൽ നൈറോബിയിൽ ട്രാഫിക് കുരുക്ക് പതിവാണത്രേ. പോകുന്ന വഴി വണ്ടി ഒരു സിഗ്നലിൽ നിർത്തിയതോടെ ആളുകൾ ഓരോ സാധനങ്ങൾ വിൽക്കാനായി വന്നു തുടങ്ങി. അതിൽ പ്ലാസ്റ്റിക് ബോക്സുകളും മൈക്രോ ഫൈബർ ക്ലോത്തും ഫ്ലോർ ലാമ്പും സൺഗ്ലാസസും കാർപ്പറ്റും, എന്തിന് പെയിന്റിങ്സ് വരെ ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അതുലിൻ്റെ അടുത്ത് ചോദിച്ചു എവിടെയൊക്കെ പോകണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കിബേര പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ കിബേര ആഫ്രിക്കയിലത്തെ ലാർജസ്റ്റ് അർബൻ സ്ലം അല്ല. അപ്പോൾ ഇതൊക്കെ കിബേരയുടെ ആ സ്ലമ്മിൻ്റെ ഭാഗങ്ങളാട്ടോ. അവിടെ അങ്ങോട്ട് കുറേ ഉണ്ട് കേട്ടോ. എല്ലാം ഇങ്ങനെ ടിന്നിൻ്റെ ഷീറ്റ് കൊണ്ട് അങ്ങനെ സ്ലമ്മ് കുറേ ദൂരത്തേക്ക്, ഇതൊക്കെ സ്ലമ്മിൻ്റെ ഭാഗങ്ങളാണ്.
അപ്പം അന്ന് ഞാൻ ഇവിടെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ നെറ്റിൽ വായിച്ചപ്പം ഇവിടെ അതിൻ്റെ അകത്ത് എവിടേക്കും നല്ല ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞപ്പം അതിൽ എൻ്റെ അടുത്ത് പറഞ്ഞു വേണ്ട മോനെ ആ ഭാഗത്തേക്ക് പോകണ്ട, ആൾക്കാർ അവിടെ ചെന്ന് അറ്റാക്ക് ചെയ്യൂല്ലേ. അത് നമ്മൾ വെറുതെ അങ്ങനെ കയറിപ്പോയല്ലേ, അവര് എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഇതിൽ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ സേഫർ സൈഡ് പോവാതിരിക്കുകയാണ് നല്ലത്. അങ്ങനെ പുറത്തുനിന്ന് റോട്ടിൽ കൂടെ പോകുമ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞു ഞാൻ റോട്ടിൽ കൂടെ പോകുമ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ആ സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആ സ്ലമ്മിൻ്റെ ഭാഗങ്ങളാണ് ഇവിടെയൊക്കെ. പക്ഷേ ഇതൊക്കെ ആയാലും ഉണ്ടല്ലോ ഭയങ്കര ക്ലീൻ ആട്ടോ. ഇപ്പോൾ റോഡ് നിങ്ങൾ നോക്കിയേ, എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിയേ, ഒരു തരത്തിലുള്ള വേസ്റ്റും ഇല്ല. കഴിഞ്ഞ ഞാനൊരു എന്താ പറയുക ഒരു 3 ആഴ്ച മുമ്പ് വെസ്റ്റ് ബംഗാളിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമ്മളൊരു സിറ്റിയുടെ ഉള്ളിൽ കൂടെ ഓടിച്ച് പോകുമ്പോൾ നിങ്ങൾ കണ്ടല്ലേ എത്രത്തോളം വേസ്റ്റ് ഉണ്ടെന്ന്. അവിടെ നോക്കി ഒരു തരത്തിലുള്ള വേസ്റ്റും ഇല്ല എവിടെയും. ഇതൊക്കെ സ്ലമ്മിൻ്റെ ഭാഗങ്ങളാണ്, ക്ലീനാണ്. അതുപോലെ തന്നെ റോഡും അതെ, നല്ല ഇൻഫ്രാസ്ട്രക്ചർ അല്ലേ. ഭാഗ്യത്തിന് മഴ കനക്കുന്നതിന് മുമ്പ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഇന്നലെ കാർണിവോറിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി രാത്രി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സ് ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. വിപിൻ ചേട്ടനും സുജാത ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ അവരുടെ വീട്ടിൽ രാത്രി ഭക്ഷണം കഴിക്കാൻ പോയി. ഈ വിപിൻ ചേട്ടനെയും സുജാത ചേച്ചി എങ്ങനെ പരിചയപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കോയിൻസിഡൻസ് ആണ്. ഞാൻ കെനിയയ്ക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ റാൻഡമായിട്ടൊരു മെസ്സേജ് വരികയാണ് വിപിൻ ചേട്ടൻ്റെ. ഞാൻ കെനിയയിൽ നിന്നാണ് മെസ്സേജ് അയക്കണേ, വീഡിയോസൊക്കെ കാണാറുണ്ട്, എന്നാണ് നിങ്ങൾ കെനിയ വരണേന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര കോയിൻസിഡൻസ് ആയിരുന്നു. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ കെനിയ വരുന്നുണ്ട്. അപ്പോൾ ആൾ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ നമ്മുടെ അതിലും ശരത്തങ്കിളിൻ്റെയും നെയ്ബേഴ്സായിരുന്നു വിപിൻ ചേട്ടനും സുജാത ചേച്ചിയും കുറച്ച് നാൾ മുമ്പ് ഇവിടെ കെനിയല്ലേ കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി പോയി. ഇന്നലെ അവിടെ പോയി എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കിയെന്നറിയോ. ഓൾറെഡി നമ്മൾ കാർണിവോറിന്ന് ഭക്ഷണം കഴിച്ച് വയറിങ്ങനെ ഫുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ചോറ്, ചപ്പാത്തി, മാമ്പഴ പുളിശ്ശേരി, ചിക്കൻ കറി, പിന്നെ പുഴുക്ക്, മുതിരത്തോരൻ, മീൻ വറുത്തത്, അങ്ങനെ കുറേ സാധനം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്കാണെങ്കിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ ആയിട്ടൊന്ന് പരിചയപ്പെട്ട് വന്നാലേ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനൊരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ അവരൊരു പ്രൈവറ്റ് സ്പേസും കൂടിയാണല്ലോ. അപ്പോൾ ജസ്റ്റ് കയറി നമ്മൾ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. രാത്രി ഒരു 11 മണി വരെ അവിടെ ഇരുന്ന് സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ രാം മന്ദിറിൽ വന്നേക്കാണ്. അപ്പോൾ നൈറോബിയിൽ ഒരു അയ്യപ്പ ടെമ്പിൾ ഉണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞു അയ്യപ്പ ടെമ്പിൾ ഭയങ്കര പ്രസിദ്ധമാണ് ഇവിടെ. അപ്പോൾ അത് രാം മന്ദിറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതാണ് രാം മന്ദിർ കേട്ടോ. ഞാനും അതിലും പിന്നെ കുമാരങ്ങളും കൂടിയിട്ടാണ് വന്നത്. നമ്മുടെ വിപിൻ ചേട്ടനും കുമാരങ്ങളും ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അയ്യപ്പ ടെമ്പിൾ കാണാൻ വന്നേക്കാണ്. ഇത് 2002 രാം മന്ദിറിൻ്റെ ഉള്ളിൽ സ്ഥലം കൊടുത്തതാണ് അയ്യപ്പ ടെമ്പിൾ പണിയാൻ വേണ്ടി. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് അയ്യപ്പ ടെമ്പിൾ. അതിലാരോടെ സംസാരിച്ചേക്കണം, നമുക്ക് അകത്തേക്ക് കയറാം. നമസ്കാരം. ഇറങ്ങിയില്ലേ? ഭയങ്കര സുഖമായിട്ട് ഇറങ്ങി. ചെന്ന് കിടന്ന ഓർമ്മയില്ലേ? അപ്പോൾ ഇതാണ് കേട്ടോ അയ്യപ്പ ടെമ്പിള്. ഇത് 2002 2002 ആ 2002 മെയ് മാസം 26-ാം തീയതി. എവിടെ സ്ഥലം? നാട്ടിലെവിടെ? എൻ്റെ നാട് സ്വന്തം നാട് പയ്യന്നൂര്. ഓക്കെ. സെറ്റിൽഡ് പാലക്കാടാണ്. പേര്? രാധാകൃഷ്ണൻ. ചെറുമൂല മരങ്ങാട്ടിലെത്തി രാധാകൃഷ്ണൻ. ഓ ശരി. കുറച്ച് എത്ര നാളായി ഇവിടെ? ഞാൻ ഇപ്പോൾ 2 കൊല്ലമായിട്ട്. 2 കൊല്ലമായില്ലേ? ഇവിടെ ഈ കൊടിമരം കൊണ്ടുവന്നു പറഞ്ഞ് ഇതാണോ? ഈ കൊടിമരമാണ് അല്ലേ? ഇതിൻ്റെ കഥ എന്തായിരുന്നു? 2 കൊല്ലം മുമ്പ് അങ്ങനെ എന്തോ അല്ലേ പുനഃപ്രതിഷ്ഠ ചെയ്തപ്പോൾ? പുനഃപ്രതിഷ്ഠയ്ക്ക് മുമ്പാണ് ഇവിടെ മറ്റേ ദേവപ്രശ്നം വെച്ചപ്പോഴാണ് കൊടിമരം വേണം എന്നുള്ളത് കണ്ടത്. ഓക്കെ. അതുകൊണ്ട് കൊടിമരം അതിലെന്തോ പറഞ്ഞു നാട്ടിൽ നിന്ന് നിലത്ത് തൊടാതെ നിലത്ത് തൊടാതെ കൊണ്ടത്. അതെല്ലാം കൊടിമരങ്ങൾ അങ്ങനെയാണ്. കൊടിമരങ്ങൾ വന്നിട്ട് ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള മരം അതിന് യോജ്യമാണോ എന്നുള്ളത് പ്രശ്നം വെച്ച് നോക്കി കണ്ടത് ഓക്കെ ആണോ എന്നുണ്ടെങ്കിൽ മാത്രമേ കൊടിമരത്തിനായിട്ട് യൂസ് ചെയ്യുള്ളൂ. പിന്നെ മരം മുറിക്കുന്നതിന് മുമ്പ് മരത്തിന്റെ പെർമിഷൻ വാങ്ങിച്ചിട്ട് അനുവാദം മാത്രമേ അത് മുറിക്കാൻ പാടുള്ളൂ. അത് മുറിച്ചതിന് ശേഷം പിന്നെ അത് എണ്ണത്തോണിയിലിട്ട് അതിൽ കുറേ തടങ്ങളും കാര്യങ്ങളുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം കൊണ്ടുവരാനായിട്ട്. അങ്ങനെ കൊണ്ടുവന്നത്. അല്ല അപ്പോൾ ഈ നിലം തൊടാതെ കൊണ്ടുവരുന്ന പറയുമ്പോൾ കപ്പലില് ഷിപ്പിലാണ്? ഷിപ്പിൽ തന്നെ. അപ്പോൾ അത് വലിയൊരു പ്രോസസ് അല്ലേ? കുറേ നാളെടുത്തിട്ടുണ്ടാവില്ലേ? എനിക്ക് തോന്നുന്നു ഒരു കൊല്ലം എടുത്തു. ഈ കാണുന്നതാണ് കേട്ടോ രാം മന്ദിർ. ഇതിൻ്റെ അകത്ത് മൊബൈലും ഫോൺസൊന്നും അല്ല അവിടെ അല്ല. അപ്പോൾ ഈ രാം മന്ദിറിൻ്റെ ഈ ഒരു സൈഡിലാണ് അയ്യപ്പൻ്റെ അമ്പലത്തിന് സ്ഥലം കൊടുത്തേക്കണം കേട്ടോ.
അപ്പോൾ നേരത്തെ കണ്ടില്ലേ, അതാണ് വിപിൻ ചേട്ടൻ. വിപിൻ ചേട്ടനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. വിപിൻ ചേട്ടൻ ഇവിടെ ഒരു ഫാർമ കമ്പനിയിൽ. വിപിൻ ചേട്ടൻ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യണേ? മൈക്രോ ലാബ്സിൽ. അപ്പോൾ ഇതാണ് വിപിൻ ചേട്ടൻ. സുജാ ചേച്ചി വന്നിട്ടില്ല. സുജാ ചേച്ചി വീട്ടിൽ പുട്ടും കടലക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അവിടെയാണ്. അപ്പോൾ വിപിൻ ചേട്ടന് പോകാൻ നേരമായി. നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാട്ടോ. വിപിൻ ചേട്ടൻ്റെ വീടെത്തി കേട്ടോ. ഇന്നലെ നമ്മൾ കാർണിവോറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടുണ്ടല്ലോ മഴയാണ്. ഇന്നലെ തുടങ്ങിയ മഴയാണ്, ഇതുവരെ നിന്നിട്ടില്ല. അങ്ങനെ ചാടിക്കൊണ്ട് നിൽക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ മഴ ഉണ്ടെങ്കിൽ നമ്മുടെ യാത്ര പ്രശ്നമാകുമോ? ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ സുജാ ചേച്ചി അവിടെ പുട്ടും കടലക്കറിയാണ് പറഞ്ഞത്. അതിൽ നിന്നല്ല കടലക്കറി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കടലക്കറിയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ ഈ ഊബർ ടാക്സി കുറേ ഉണ്ട് കേട്ടോ. അതായത് ബൈക്ക് ടാക്സി കുറേ ഉണ്ട്. ഈ ബൈക്ക് ടാക്സികൾ കാണാൻ നല്ല രസമാണ്. മഴ ആയി കഴിഞ്ഞപ്പം ഇവർ ഒരു കുട വെച്ചേക്കാം കേട്ടോ. ഞാൻ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല, ബോംബെയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു കുട വയ്ക്കുന്നത്. പക്ഷേ ഇത് നല്ല രസമാണ്. എല്ലാ ബൈക്ക് ടാക്സിയുടെ മുകളിലും ഇതുപോലെ ഒരു കുട ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ നനയാതെ പോകാം. പിന്നെ കുറേ പേര് ഇങ്ങനെ കവർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റൊക്കെ വെച്ചിട്ട് ഫ്രണ്ട് ഭാഗം കവർ ചെയ്യുന്നുണ്ട്. ഇവരുടെ വീടിൻ്റെ പാർക്കിങ്ങിൽ എത്തി കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. സാരില്ല. ഇതാണ് സുജാ ചേച്ചി കേട്ടോ. സുജാ ചേച്ചിയുടെ വീട് വെളിയന്നൂരാണ്, തൃശ്ശൂർ. അല്ല, ചേട്ടൻ കുറ്റുമുക്ക്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാവരുമായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. ഇവരുടെ വീട്ടിൽ കണ്ട ഒരു പാവക്കുട്ടിയാട്ടോ, ഒരു കെനിയൻ പാവക്കുട്ടി. നമ്മുടെ നാട്ടിൽ എത്ര സ്ഥലത്ത് നമുക്ക് കാണാം. അതായത് ഒരു ഇന്ത്യനൈസ്ഡ് ആയിട്ടുള്ള ഒരു പാവക്കുട്ടി. കേരളം വേണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു ഇന്ത്യൻ ചായയുള്ള പാവക്കുട്ടിയെ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും കേട്ടോ, പക്ഷേ ഒട്ടും കോമൺ അല്ല. അപ്പോൾ ഇവിടെയുള്ള പാവക്കുട്ടികളൊക്കെ കെനിയൻ ചായയുള്ള പാവക്കുട്ടികളാട്ടോ. അപ്പോൾ ഇവരോടൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഇവിടെ നടന്ന ഓരോ കാര്യങ്ങൾ, മലയാളി അസോസിയേഷൻ്റെ കാര്യങ്ങൾ. മലയാളി അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും സ്ട്രോങ് ആണ് കെനിയയിലെ മലയാളി അസോസിയേഷൻ എനിക്ക് അറിയില്ല കേട്ടോ. ഇവിടെ ഒരുപാട് മലയാളികളുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും ഇവരുടെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സുജാ ചേച്ചി ഇവിടെ ഒരു തുളസിയെ കാണിച്ചു തന്നെ കേട്ടോ. ഇത് സാധാ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെറിയൊരു കൃഷ്ണ തുളസിയുടെ തയ്യാണ് കേട്ടോ. അത് കൊണ്ടുവന്ന് ഇവിടെ നട്ടപ്പോൾ അതിൻ്റെ ഇലയുടെ സൈസ് കണ്ടോ. അത് ഇവിടുത്തെ മണ്ണിൻ്റെ ഗുണമെന്നാണ് ഇവർ പറയുന്നത്. നോക്കിയ ഇലയുടെ വലിപ്പം എൻ്റെ കൈ ജനറലി ഇങ്ങനെ വലിയൊരു പാമ്പാണ്. അപ്പോൾ അത്രയും വലിയ ഒരു ഇല കേട്ടോ. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഇത് മാത്രം എന്ത് വലുതായിട്ടുണ്ടായെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പം ചെറിയ ഇലയുടെ അവരുടെ വീട്ടിലുണ്ടായിരുന്ന തുളസിയുടെ തൈ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിവിടെ വന്നപ്പോൾ വലിയ ഇലയുള്ള തൈ. അപ്പം ഇവിടുന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി വരുന്ന ദിവസങ്ങളിൽ കെനിയയുടെ എന്താ പറയുക, നമ്മൾ ഇത് മലയാളം ചാനൽസിൽ കാണാത്ത കുറേ എപ്പിസോഡുകളും വിഷ്വൽസും ഒക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് അവരോടൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ശരി, ഒരു ബൈ പറയുമോ? ബൈ. ശരി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ബൈ.